ഡൽഹിയിലെ റിപ്പോർട്ടിൻ്റെ ശേഷമായിരിക്കും ഒരു ഫൈനൽ തീരുമാനം വരിക. ഒരു പാർട്ടി എന്നുള്ള നിലയിലും ഒരു മുന്നണി എന്നുള്ള നിലയിലും ആ പ്രോസസ്സ് പൂർണ്ണമായി നിറവേറ്റിയാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ സത്യം പറഞ്ഞാൽ ഡിലേയുടെ പ്രശ്നമില്ല. കേരളത്തിൽ ഓരോ കാലഘട്ടത്തിലും വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് രൂപീകരണത്തിൽ എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്? അസാധാരണമായ ഒരു വ്യത്യാസവും ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ളതും ആ സാധാരണഗതിയിലുള്ള കാര്യം മാത്രമാണ്. പിന്നെ തീരുമാനം, ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ്, ദേശീയ നേതൃത്വമാണ് ഞങ്ങളുടെ ഫൈനൽ വാക്ക് പറയേണ്ടത്. ആ ഫൈനൽ വാക്ക് പറയുന്നതിന് വേണ്ടി ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചാൽ അത് താമസമേയല്ല. അത് ഞങ്ങളുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് മാത്രം എടുത്താൽ അത് തീരുമാനം എടുക്കുന്നത് ഞാനല്ലോ. ഞാനതിനകത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ലേ ഉള്ളൂ. തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണ്. ഏത് കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം മാതൃകാപരമായ തീരുമാനമേ എടുത്തിട്ടുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ തീരുമാനം എന്തോ ആവട്ടെ, ആ തീരുമാനം അപ്പാടെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ്. യോഗ അത് അറിയിച്ചിട്ടുണ്ട്, അതൊക്കെ അറിയിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും. കാരണം നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കേണ്ടതാരാണ്? ലീഡർഷിപ്പാണ്. ആ തീരുമാനത്തിൽ ഞാൻ നിബന്ധനകൾ വെക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായ രൂപത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ അതെല്ലാം പൂർണ്ണമായി അംഗീകരിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം. പ്രധാനമന്ത്രി അടക്കമുള്ളവരെല്ലാം വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ളവരെല്ലാം തന്നെ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് തന്നെ അദ്ദേഹം ഞങ്ങളെ വിമർശിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ഉണ്ട്, നല്ല ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹം ഞങ്ങളെ എല്ലാ കാര്യത്തിലും വിമർശിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ വന്ന് നമുക്കെതിരായിട്ട് വോട്ട് പിടിച്ചില്ലേ? കേരളീയ ജനത നല്ല ക്ഷതം കൊടുത്തില്ലേ? അതുപോലെ തന്നെ കേരളത്തിൽ അദ്ദേഹം വ്യാപകമായി പ്രസംഗിച്ചില്ലേ? ആ പ്രസംഗം വേണ്ട വിധത്തിൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലല്ലോ. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞ കണ്ടൻസിനോട് ജനങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നാണ് ഇലക്ഷൻ റിസൾട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ എന്നിൽ നിക്ഷിപ്തമായ കാര്യം അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടയാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഒരു ഹൃദ്യമായ ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കകത്ത് എപ്പോഴും തീരുമാനം വന്നാൽ എല്ലാവരുമായി യോജിച്ചുള്ള തീരുമാനമാകാനാണ് സാധ്യത. പക്ഷേ ഞാൻ കടന്നു കയറിയൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇത്രയും കാലം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി എത്രയോ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഒരു അസംതൃപ്തി ഇല്ലാതെ കൊണ്ടുപോകും എന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടി പ്രവർത്തകരടക്കം വികാരമടക്കം താങ്കൾ ശ്രദ്ധപ്പെടുത്തുന്നു. ഇപ്പോൾ നിലവിൽ കേരളത്തിലുണ്ടായ കഴിഞ്ഞ ദിവസങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. എന്നെ ഡൽഹി വിളിച്ചു, എന്നെപ്പോലെയുള്ള പല നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ടാകും. അവിടെ എൻ്റെ അഭിപ്രായം ഞാൻ അവിടെയാണ് പറയേണ്ടത്. അവിടെ എൻ്റെ ഒപ്പീനിയൻ പറയും. ബാക്കിയുള്ള അവിടുത്തെ തീരുമാനം എന്തോ ആ തീരുമാനം അക്ഷരം പ്രതി പാലിക്കുക എന്നുള്ളത് അച്ചടക്കമുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ്. ആ കടമ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.